ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. യഹോവ നിന്റെ മധ്യത്തിൽ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. എത്രയോ പ്രത്യാശ നിർഭരമായ ഒരു വചനം രാവിലെ സമയം ദൈവം നമ്മോട് അരുളി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നാളുകളായി ന്യായവിധി എന്ന പോലെ പല കഷ്ടങ്ങളിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെയും മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ വല്ലാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാശ്രയം ആരാണ്? ഞാൻ ആശ വെച്ച ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് തോന്നുമാറുള്ള സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ ദൈവം രാവിലെ സമയം നമ്മോട് സംസാരിക്കുന്നു. യഹോവ നമ്മുടെ ന്യായവിധികളെ നീക്കി. നാളുകളായി ഇതൊരു പ്രത്യേക ജാതിയോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിഷയമാണെന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ ദൈവവചനത്തെ ഒന്ന് ഏറ്റെടുക്കാം. നാളുകളായി ശത്രുവായവൻ ഞെരുക്കി മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വഴി അടയ്ക്കപ്പെട്ട് തകരപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ. ഇനി ആരാണ് എൻ്റെ ആശ്രയം? എവിടെയാണ് എനിക്കൊരു സഹായം? എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞെരുങ്ങുമ്പോൾ ദൈവമായ കർത്താവ് നമ്മെ ഇന്ന് രാവിലെ സമയം കേൾപ്പിക്കുന്ന വചനം, ഞാൻ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി വല്ലാതെ ദുഃഖിച്ച് കുനിഞ്ഞു നടക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് തോന്നുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നു. അവരോട് ദൈവാത്മാവ് രാവിലെ സമയം സംസാരിക്കുന്നു. നിന്റെ ശത്രുവിനെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധിയെ ഞാൻ മാറ്റിയിരിക്കുന്നു. യഹോവ നിന്റെ മധ്യയെ വാഴുന്നു. ഇനിയും നമ്മുടെ മധ്യയെ, നിന്റെ വിഷയങ്ങൾക്ക് മധ്യയെ, നിന്നെ ഞെരുക്കുന്നവരുടെ മധ്യയെ വാഴുന്നവൻ കർത്താവാണ്. യഹോവ വാഴുന്നുവെങ്കിൽ ഭൂതലം വിറയ്ക്കും. യഹോവ വാഴുന്നുവെങ്കിൽ വലിയ മാറ്റങ്ങൾ വ്യക്തിപരമായും കഷ്ടപ്പെടുന്ന ഞെരുങ്ങുന്ന ഏതൊരു വിഷയത്തിൻ്റെ മേലും കുടുംബമായി ഞെരുങ്ങി മുന്നോട്ട് ഗമിപ്പാൻ കഴിയാതെ വണ്ണം തകർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയുന്നു, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. യഹോവ നിന്റെ മധ്യത്തിൽ വാഴുന്നു. യഹോവ മധ്യത്തിലുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിനും സമാധാനമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രാവിലെ സമയം യഹോവയായ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ന്യായവിധികളെ മാറ്റിയിരിക്കുന്നു, നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ ഇനി അനർത്ഥം കാണുകയില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുക, ഘോഷിച്ചുല്ലസിക്കുക, ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത് ആർപ്പിടുക, ദൈവത്തിന് സ്തോത്രം കരേറ്റുക, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഒരു പടിയുടെ മുന്നോട്ട് ഇറങ്ങുക. ശത്രുവിൻ്റെ സൈന്യം ഇനി നമ്മെ ഞെരുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. പലപ്പോഴും ശത്രു നമ്മെ ഞെരുക്കിയല്ലേ, ജീവിതപാത വളരെ പ്രയാസകരമാക്കി തീർത്തു. പക്ഷെ കർത്താവ് പറയുന്നു, ഇനി ഞാൻ നിന്റെ പാതയെ ഞെരുക്കത്തില്ല. ഇനി ശത്രു നിന്റെ പാതയെ ഞെരുക്കുവാൻ ഞാൻ അനുവദിച്ചു കൊടുക്കയില്ല. നീ അനുഭവിച്ച ഞെരുക്കങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും കഷ്ടങ്ങൾക്കും ഒരു വിരാമം കുറിക്കുന്ന ദിവസമാണ്. ഇതിനൊരു വിരാമം കുറിക്കും. മുന്നോട്ടുള്ള യാത്രയെ സുഗമമാക്കേണ്ടതിന് യഹോവയായ ദൈവം നിന്റെ പടകിലേക്ക് കടന്നു വരികയാണ്. ആ പടകിൽ യേശു ഉണ്ടെങ്കിൽ, ജീവിതം ആ പടകിൽ യേശു ഉണ്ടെങ്കിൽ ഇനി അലച്ചിലില്ല, അല്ലലില്ല, ജീവിതയാത്ര സുഗമമായി തീരും. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ശക്തനായവൻ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ സകല പ്രതികൂലങ്ങൾ വിടിവിപ്പാൻ അവൻ ശക്തൻ. അതുകൊണ്ട് ഈ ദൈവവചനം ഏറ്റെടുത്ത് നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.